16ാം കേരള നിയമസഭയുടെ തെരഞ്ഞെടുപ്പ് ഇന്ന് അവസാനിക്കുമ്പോൾ 1987 81% പോളിങ്ങിനെ മറികടക്കും വിധമാണ് ഇന്ന് നടന്ന പോളിങ്ങിൻ്റെ ശതമാനം എന്ന് സൂചിപ്പിക്കുന്ന കണക്കുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ 77.5% പോളിംഗ് നടന്നു എന്ന് ഇലക്ഷൻ കമ്മീഷൻ തന്നെ നമ്മളെ അറിയിക്കുന്നുണ്ട്. പാലക്കാട്, കോഴിക്കോട്, എറണാകുളം ജില്ലകൾ ഈ സമയം കൊണ്ട് തന്നെ 80%-ലധികം പോളിംഗ് രേഖപ്പെടുത്തിയതായും അവർ പറയുന്നു. എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട്ടിലാണ് 82%-ലധികം പോളിംഗ് രേഖപ്പെടുത്തിയത്. അതാണ് ഇതുവരെയുള്ള കണക്കിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതും. തെരഞ്ഞെടുപ്പുകളുടെ പോളിംഗ് ശതമാനത്തെപ്പറ്റി പലതരത്തിലുള്ള ധാരണകളാണ് ജനങ്ങളുടെ ഇടയിൽ കഴിഞ്ഞ നാളുകളിൽ സജീവമായിരുന്നത്. പൊതുവെ പോളിംഗിൻ്റെ ശതമാനം വർദ്ധിച്ചാൽ അത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ ഗ്രൂപ്പിന് മുൻതൂക്കം ലഭിക്കുമെന്നൊരു ധാരണ കേരളത്തിൽ ആരംഭിക്കുന്നത് 1960-ലെ 80% പോളിംഗ് രേഖപ്പെടുത്തിയതിനു ശേഷമാണ്. 1957-ലെ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 60% മാത്രം പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുൻതൂക്കത്തിൽ ഒരു സർക്കാർ ഉണ്ടായ സാഹചര്യം തിരുത്തിക്കുറിച്ച 1960-ലെ തെരഞ്ഞെടുപ്പിൽ നാളിതുവരെ കേരള അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ രേഖപ്പെടുത്തി ഏറ്റവും അധികമുള്ള വോട്ടിംഗ് പെർസെൻറ്റേജാണ് അന്നുണ്ടായത്. ആ റെക്കോർഡ് നാളിതുവരെയായി തിരുത്തിവിട്ടില്ല, 85%. അതിനുശേഷം 1977-ലെ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാവുന്നതുപോലെ റെക്കോർഡ് ഭൂരിപക്ഷം കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിക്ക് നേടാൻ കഴിഞ്ഞ ആ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം 79 എന്നാൽ ആ ധാരണകളെ തിരുത്തുന്നതായിരുന്നു 1987-ലെ തെരഞ്ഞെടുപ്പ് ഫലം. നമുക്കറിയാവുന്നതുപോലെ 1987-ൽ ഇ കെ നയനാർ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ മുന്നണി അധികാരത്തിലേക്ക് എത്തിയത് 82 മുതൽ കേരളം ഭരിച്ച ഐക്യമുന്നണിയെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ മുമ്പ് സൂചിപ്പിച്ചതുപോലെ 81% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. അതിനുശേഷം പോളിംഗ് ശതമാനം കുറയുന്ന സാഹചര്യത്തിലും ഐക്യജനാധിപത്യ മുന്നണി തെരഞ്ഞെടുക്കപ്പെട്ട അവസരങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണമായി 2001-ലെയും 96-ലെയും തെരഞ്ഞെടുപ്പുകളിൽ 72% വീതമായിരുന്നു ജനങ്ങളുടെ തെരഞ്ഞെടുപ്പിലെ പങ്കാളിത്തമെങ്കിൽ ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ ഒന്നിൽ LDFും മറ്റൊന്നിൽ UDFുമാണ് വിജയത്തിലേക്ക് എത്തിയത്. 2016-ൽ ഇടതുപക്ഷ മുന്നണിക്ക് വലിയ മുൻതൂക്കം കിട്ടിയ തെരഞ്ഞെടുപ്പിൽ 77% പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ 2021-ൽ പോളിംഗ് ശതമാനം 74-ലെത്തുമ്പോൾ 99 MLA-മാരെ വിജയിപ്പിച്ചെടുക്കുവാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു. 2026-ലെ നിലവിലുള്ള വലിയ ശതമാനം ജനങ്ങളുടെ പങ്കാളിത്തത്തിൻ്റെ പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. ഒന്ന്, SIR-ലൂടെ സംഭവിച്ച ഡബിൾ വോട്ടിംഗ് ഒഴിവാക്കാനെടുത്ത ചില ആരോഗ്യകരമായ ഇടപെടൽ, മരണപ്പെട്ട ഏകദേശം 4 മുതൽ 5 ലക്ഷത്തോളം ആളുകളെ ഒഴിവാക്കാൻ കൃത്യമായ അവസരമുണ്ടായത്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഒട്ടേറെ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന അനാരോഗ്യകരമായി വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്ന പലരെയും ഒഴിവാക്കാൻ SIR ഒരു പരിധിവരെ സഹായിക്കുമ്പോൾ വോട്ട് ചെയ്തില്ലെങ്കിൽ തങ്ങളുടെ പൗരത്വത്തിന് പോലും ഭീഷണിയാകുമെന്നുള്ള SIR-ന്റെ അപകടകരമായ രാഷ്ട്രീയത്തെ മനസ്സിലാക്കിക്കൊണ്ട് മലയാളികൾ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ആരോഗ്യകരമായ പങ്കാളിത്തമാണ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തുകൊണ്ട് രേഖപ്പെടുത്തിയത്. അപ്പോഴും തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ആർക്ക് അനുകൂലമാണ് എന്ന് പറയാൻ കഴിയാത്ത വിധം ഓരോ മണ്ഡലങ്ങളിലും ലഭിക്കുന്ന ഉയർന്ന ശതമാനവും കുറഞ്ഞ ശതമാനവും ആ പ്രദേശത്തിൻ്റെ പ്രത്യേകതയനുസരിച്ച്
ചില സ്ഥാനാർത്ഥികൾക്ക് ഗുണപരവും മറ്റു ചിലർക്ക് ദോഷകരവുമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.